ഇങ്ങനെ മണ്ണ് കൈകൊണ്ട് തൂക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഫോട്ടോ വരുന്നത്, നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ അനിമേറ്റ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ആഡ് ചെയ്യുന്നത്, എങ്ങാണ്ട് നിൽക്കുന്നൊരു ചേച്ചിയെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടു നിർത്തുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ പറയുന്നത്. സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. സമയമില്ലെങ്കിൽ പോയിട്ട് പിന്നെ വന്ന് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പല ഗ്രാഫിക്കിൽ, അതായത് സ്പൈഡർമാൻ, സൂപ്പർമാൻ, എന്തിരൻ തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ഈ ക്രോമാക്കി. ക്രോമാക്കി എന്താണെന്ന് വെച്ചാൽ ഒരു ഇമേജിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഒരു പ്രത്യേക കളറിനെ എടുത്ത് മാറ്റിക്കൊണ്ട് അതിന് പുറകിലുള്ള ഇമേജും മുമ്പിലുള്ള ഇമേജുമായിട്ട് മെർജ് ചെയ്തിട്ട് നമുക്കൊരു വിഷ്വൽ എഫക്റ്റ് തരുന്ന സംവിധാനമാണ്. അപ്പോൾ നമ്മൾ 3 രീതിയിലുള്ള ഗ്രാഫിക്കൽ എഫക്റ്റ്, 3 രീതിയിലുള്ള ക്രോമാക്കിയുടെ ഉപയോഗങ്ങൾ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു ലേഡീനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുകയാണ്. അതിനെന്ത് ചെയ്യണം, നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പോലെ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ലെങ്ത് കുറച്ച് കൂട്ടിയിടുക. 1-2 വീഡിയോ കണ്ടതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവും. ശേഷം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏത് ബാക്ക്ഗ്രൗണ്ടിലാണോ കൊണ്ട് നിർത്തേണ്ടത്. നിങ്ങളിപ്പോൾ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മൾ ആ ക്യാരക്ടറൊക്കെ ആയിട്ട് മാച്ച് ആവുന്നൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഇപ്പോൾ കൊണ്ടുവന്ന് തന്നെ സ്ട്രെച്ച് ചെയ്ത് ഞാൻ വലുതാക്കി വെച്ചു. ഇനി എന്ത് ചെയ്യുന്നു, ഇനിയും ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടൊരു ഗ്രീൻ സ്ക്രീനുള്ളൊരു ഇമേജാണ്, ഒരു ലേഡിയുടെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണ്. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ആ വീഡിയോ ക്ലിപ്പ് കൊണ്ടുവരികയാണ്. ആ ലേഡി നിൽക്കുന്ന വീഡിയോ ക്ലിപ്പ് കണ്ടോ, ഇത് കൊണ്ടുവന്നു. അതായത് ലേഡി ഉണ്ട് ബാക്ക്ഗ്രൗണ്ട്, ആ ലേഡി ഒഴികെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ എന്താണ്, ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്ക് അതിനെ കൊണ്ടുവന്നു, എല്ലാം വലിച്ച് അതിൻ്റെ സെക്ഷൻ നീട്ടി വെച്ചു. നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ലേഡി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇനിയാണ് ഇതിനകത്ത് എന്തുവാണ് നമ്മൾ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ ആ ഓപ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആ ഫ്രെയിം ഉണ്ടല്ലോ, ലേഡിയുടെ ഫ്രെയിം, അത് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓപ്ഷനകത്ത് ക്രോമാക്കി ഉണ്ട്. ക്രോമാക്കി ഇനേബിൾ ചെയ്യണം. ഇനേബിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഇതിലുള്ള ഗ്രീൻ കളറിങ് പോയി. എന്തോന്ന് വെച്ചാൽ ആ താഴെയുള്ള ആ ബോക്സിനകത്ത് ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്, അതുകൊണ്ട് ഗ്രീൻ കളർ പോയി. ബ്ലാക്കാണ് സെലക്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ അവരുടെ ഡ്രസ്സിൻ്റെ കളർ എല്ലാം അങ്ങ് പോയിട്ട് അതിലെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുമോ. നിങ്ങളപ്പോൾ എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഞാൻ ചിലപ്പം ഗ്രീൻ കളർ സെലക്ട് ആയതുകൊണ്ട് അതിന് ഗ്രീൻ കളർ പോയി. 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആ ഒബ്ജക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാനും, ഒന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഗ്രീൻ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഗ്രീൻ കളർ. ഇപ്പോൾ നമ്മൾ ആ പെട്ടെന്ന് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഗ്രീൻ കളർ പോയാലും ആ ഒബ്ജക്റ്റിൻ്റെ ചുറ്റും ഇങ്ങനെ ചെറിയൊരു ഗ്രീൻ കളർ ഉണ്ടാവും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പിന്നെ ഇതിൽ നമ്മുടെ കൈൻമാസ്റ്റർ പെർഫെക്റ്റായിട്ട് ക്രോമാക്കി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ലേഡിയുടെ ലൈറ്റ്നിങ്ങും ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്നിങ്ങുമായിട്ട് എന്ത് ചെയ്യണം, ശരിയാക്കണം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും ഇതുമായിട്ട് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെയും എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണ്, ആ ചെയറിനെ കഴിഞ്ഞാൽ ലേഡി ഒരുപാട് വലുതാണ് അല്ലേ. ഒരു ഗ്രാഫിക് അല്ലെങ്കിൽ അനിമേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു മാക്സിമം ഒറിജിനാലിറ്റി നമ്മളവിടെ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരല്പം ചെറുതാക്കാം. അതിനെ സ്ട്രെച്ച് ഔട്ട് ചെയ്ത് നമുക്ക് സെയിം ആക്കാം. എന്നാലും അവരുടെ ലെഗ് കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്നത്. നോക്കി നടന്ന് വരുമ്പോൾ നോക്കി ലെഗ് കണ്ട പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ വരെ നമ്മൾ കുറച്ചും കൂടി ഇതാക്കണം. എഡിറ്റിംഗ് ഇങ്ങനെയാണ്, നമ്മൾ ചെയ്ത് വേണം ശരിയാക്കാൻ. കുറേ എക്സ്പീരിയൻസ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. അവരെ താത്ത് വെച്ചു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അവർ ഏകദേശം ആ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഏകദേശമൊക്കെ മാച്ചായി വന്നിട്ടുണ്ട്, നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ 1ാമത് പഠിക്കുന്നത്. ഇനി നമ്മൾ 2ാമത് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ എൻ്റെ ഉൾപ്പെടെ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് സബ്സ്ക്രൈബ് നൗ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് മീ അല്ലെങ്കിൽ ഒരു വിരൽ വന്നിട്ട് ഇങ്ങനെ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഇങ്ങനെ കുറേ അനിമേറ്റഡ് സംവിധാനം കാണുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബ് പോയിട്ട് സബ്സ്ക്രൈബ് ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു സെർച്ച് ചെയ്ത് അതിൽ നിന്നൊരു വീഡിയോ എടുക്കണം. അതെന്തിനാണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഞാൻ അങ്ങനെ എടുത്തൊരു വീഡിയോ നമ്മൾ ഫോർവേഡ് ചെയ്ത് സ്പീഡ് കൂട്ടി ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. പല ടൈപ്പിലുള്ള സബ്സ്ക്രിപ്ഷൻ അതിനകത്ത് കാണുന്നുണ്ട്. അത് സ്പീഡിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്തൊന്ന് ഇഷ്ടപ്പെട്ട ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ, ആ ഒരു ഫുൾ ലെങ്ത് വീഡിയോയ്ക്ക് അത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. 1-2 ക്ലാസ്സിലേക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണാത്തവരെ കേട്ടോ, ഈ ഒരു ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ആവുന്ന ഇങ്ങനൊരു സംവിധാനമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനത് എടുത്തു. ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് എന്ത് ചെയ്തു, ഞാനിതിനെ സേവ് ചെയ്ത് വെക്കണം. ഞാൻ എല്ലാവരും ചെയ്തിട്ട് ഞാനിത് സേവ് ചെയ്ത് വെക്കണം. എല്ലാ വീഡിയോയിലും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. ഇതെങ്ങനെ വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാനൊന്നത് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഞാൻ കണ്ട വീഡിയോയിൽ ആവശ്യമുള്ള ക്ലിപ്പ് മാത്രം ഞാൻ കട്ട് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പ് ഇപ്പം എൻ്റെ മോൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തില്ല, അതിൻ്റെ ഒരു സാധനം ഞാൻ ഇങ്ങോട്ടേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൊണ്ടുവരാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് 2 കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഒരു വീഡിയോയിൽ നിന്ന് ഒരു ഓഡിയോ എടുത്ത് എങ്ങനെ കളയുന്നതെന്നുള്ളത്.
നമുക്ക് നോക്കാം. അതിൽ ഓഡിയോ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന മെനുവിൽ കിടപ്പുണ്ട്. എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ വോയിസ് ഓവർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്കിത് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ എന്തുവാണ് സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ വീഡിയോ നമുക്ക് കൊണ്ടുവരാം. അതിന് ലെയറിനകത്ത് മീഡിയക്കകത്ത് പോയിട്ട് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഫയലിനെ നമ്മൾ എക്സ്പോർട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ കൈൻമാസ്റ്ററിൻ്റെ ട്രയൽ വെർഷൻ ആയതുകൊണ്ട് അതിൻ്റെ ലോഗോ കിടപ്പുണ്ട്. നമുക്കതിനെ ക്രോപ്പ് ചെയ്ത് കളയാം. അപ്പോൾ മെനുവിൽ ആ ക്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ ക്രോപ്പ് ചെയ്യുമല്ലോ ഇമേജൊക്കെ, അതുപോലെ ക്രോപ്പ് ചെയ്തിട്ട് മുകളിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം ക്രോപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴത്തെ ലെങ്ത്, അത് നമ്മളിപ്പം കൊണ്ടുവന്ന വീഡിയോയും മുകളിലത്തെ വീഡിയോ ആയിട്ട് വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ട് മുകളിലത്തെ വീഡിയോയുടെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയോ ചെയ്യാം. അതിൻ്റെ കോപ്പിയും കൂടെ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇടത് സൈഡിൽ മുകളിൽ 3 ഡോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വരും. ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് അത് വരുന്നതായിരിക്കും. കണ്ടോ, അത് ഇപ്പുറത്തേക്ക് വന്ന കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി താഴത്തെ നമ്മളിപ്പം കൊണ്ടുവന്ന ഗ്രീൻ സ്ക്രീൻ ഉണ്ട്, അതിപ്പം വലത്തേക്ക് നീങ്ങി കിടക്കുന്നത്. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്കത് ഇടത്തോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, മുകളിലത്തെ വീഡിയോയില്ല താഴത്തെ വീഡിയോ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇടത്തോട്ട് ഡ്രാഗ് ചെയ്താൽ അത് ഇങ്ങോട്ടേക്ക് വരും. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സബ്സ്ക്രൈബ് നൗ ഒന്ന് വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, അതിൻ്റെ പുറകിൽ ഗ്രീൻ ഉണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടപോലെ എന്ത് ചെയ്യും, നമ്മൾ ക്രോമാക്കിക്ക് അത് ക്രോമിനകത്ത് പോകും. അതിനകത്ത് ഇനേബിൾ ചെയ്യുമ്പോഴേ അത് പോയി 2 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിനെ ടിക്ക് ചെയ്തിട്ട് നമുക്കതിനെ പ്ലേ ചെയ്ത് നോക്കാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടോ, പ്ലേ ആവുന്നുണ്ടോ? ഇനി എന്ത് ചെയ്യും, നമ്മളതിൻ്റെ പൊസിഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ ഇതാക്കുന്നു, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വെക്കുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെ കൈകൊണ്ട് തൂക്കുമ്പോൾ മണ്ണ് മാറി പുറകിൽ ഇമേജ് കാണുന്നതാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓടിച്ച് ഞാൻ പറഞ്ഞിരുന്ന കാരണം നിങ്ങൾ എത്ര വീഡിയോ ഇട്ടാലും അതിന് സ്കിപ്പ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ കുറേ കൂടെ സംശയങ്ങളുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നു, ഒരു ബ്ലാക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ആ മണ്ണിങ്ങനെ തൂക്കുമ്പോൾ കാണേണ്ട ഇമേജ് ഏതാണോ അതാണ് കൊണ്ടുവരുന്നത്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇമേജ് വെച്ചിട്ടുണ്ട്. ആ ഇമേജ് ഞാൻ എടുത്തുകൊണ്ടുവരാൻ പോവുകയാണ് ഇതിനകത്തേക്ക്. എങ്ങനെ നിങ്ങൾക്കറിയാം, നമ്മുടെ ലെയറിനകത്ത് മീഡിയക്കകത്ത് പോയിട്ട് നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമേജ് കിട്ടും. ഞാനപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇമേജ് നമ്മൾ വീഡിയോ കണ്ട ഒരു ഇമേജ് കൊണ്ടുവന്നു. ഇതിനെ സ്ട്രെച്ച് ചെയ്ത് അങ്ങോട്ട് വലുതാക്കി വെക്കാൻ പോവുകയാണ്. ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ലെയറിൽ പോയിട്ട് മീഡിയക്കകത്ത് പോയിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്തു, ആ മണ്ണിങ്ങനെ തൂക്കുന്ന ഒരു വീഡിയോ, അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോ തന്നെയാണ് യൂട്യൂബിനകത്ത് നിന്ന്, അത് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഇതിനൊന്ന് പ്ലേ ചെയ്ത് ജസ്റ്റ് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഇങ്ങനെ കൈ തൂക്കുമ്പോൾ ഒരു ഗ്രീൻ കളറാണ് കാണുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഈ ഗ്രീനിനെ എടുത്ത് കളയാൻ സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ പുറകിൽ ഇമേജ് കാണും. ഈ ഗ്രീനിനെ വെറുതെ മറ്റു വീഡിയോ പോലെ കളഞ്ഞാൽ വരത്തില്ല, കാരണം ഇത് കുറേ കൂടെ ക്ലോസ് ആണ്. അപ്പോൾ കുറേ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ അതിനകത്ത് ചെയ്യണം. അതൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ക്രോമാക്കി ഇനേബിൾ ചെയ്തപ്പോൾ അതങ്ങ് പോയി. നമ്മുടെ മഞ്ഞ കളറാണ് കിടന്നത്, അതുകൊണ്ടാണ് മണ്ണ് പോയത്. പകരം നമ്മൾ ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇതിനകത്ത് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇടത് സൈഡ് 3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കളറൊക്കെ കുറേ കൂടി ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. കാരണം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ കണ്ടോ, അതിൻ്റെ ചുറ്റുമൊക്കെ ചെറിയ ഗ്രീൻ കളറൊക്കെ പിന്നെയും കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രോമാക്കിക്കകത്ത് പോയിട്ട് തന്നെ ആ 2 ഓപ്ഷനില്ല, ഔട്ടും ഇന്നറും, ആ രണ്ടും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം കളറിൽ പോയി കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഇതിൻ്റെ കളറിലുള്ള പരിപാടിയാണ് ഇത് മൊത്തം. ആ ഗ്രീൻ കളർ എത്ര പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് കളയാൻ പറ്റുന്ന അത്രയും നമ്മുടെ വീഡിയോ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് പോയിട്ട് ആ കളർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുണ്ടോ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാത്തിലും ഇതിങ്ങനെ ചെയ്യാൻ, ഇത് കുറച്ചും കൂടെ ക്ലോസ്ഡ് ഇമേജ് അല്ലെങ്കിൽ ക്ലോസ്ഡ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി ഇതിപ്പോൾ കുറേ കൂടെ പെർഫെക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ തൂത്തപ്പം വരുന്നത്. അപ്പോൾ 1-2 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളിത് പറയാറുണ്ട്. സബ്സ്ക്രിപ്ഷൻ ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം. മറ്റു ചില കാര്യങ്ങളാണ്, നമ്മൾ പണ്ട് കാലത്ത് ഈ ഗ്രീൻ കളറിന് പകരം ബ്ലൂ കളറാണ് ഉപയോഗിച്ചത്. അത് നമ്മുടെ സ്കിന്നിൽ ഒരു വ്യക്തി നടത്തുമ്പോൾ അവരുടെ സ്കിന്നിൽ മാക്സിമം ഒഴിവാകുന്ന കളർ നിങ്ങൾക്കറിയാം. ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് RGB ബേസിക് കളറൊക്കെ ചേർന്നിട്ടാണ് കളർ നിർമ്മിക്കുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മുടെ സ്കിന്നിൽ മാക്സിമം ഇല്ലാത്തൊരു കളർ ഗ്രീനാണ്. ഇപ്പം നമ്മൾ പഠനങ്ങൾ പ്രകാരം ഏറ്റവും ഇല്ലാത്തൊരു കളർ, മാക്സിമം കുറവുള്ള കളർ ഗ്രീനാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഗ്രീൻ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് ഇത് കളറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലായി അത് ഗ്രീനാണ് ഏറ്റവും ബെറ്റർ എന്ന്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്കിനെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഉറപ്പായിട്ടും. അപ്പോൾ കാണാം അടുത്ത വീഡിയോയിൽ. ടാറ്റാ.